അഗ്ലി എന്ന സിനിമ അനുരാഗ് കശ്യപ് സിനിമകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ ഒന്നാണ് അഗ്ലി. തിരക്കഥ കൊണ്ടും സംഭാഷണം കൊണ്ടും ഛായാഗ്രഹണം കൊണ്ടും ഒരു ഫുൾ പാക്ഡ് ആയ ഒരു നിമിഷം പോലും ത്രില്ലിംഗ് മൊമെന്റ് നഷ്ടപ്പെടുത്താത്ത ഒരു സിനിമയാണിത്. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ പോരായ്മകളുണ്ട്, അവരുടേതായ സൈക്കിക് പ്രോബ്ലങ്ങളുമുണ്ട്. ഈ സിനിമയിലെ ഒരു കഥാപാത്രവും നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നുമില്ല. അത് റോണിറ്റ് ആവട്ടെ, തേജസ്വിനി ആവട്ടെ, രാഹുൽ ഭട്ട് ആകട്ടെ, അല്ലെങ്കിൽ അയാളുടെ ഏജന്റ് സുഹൃത്താകട്ടെ, എല്ലാവരിലുമുള്ള ഡാർക്ക് ഷെയ്ഡാണ് ഈ സിനിമ കാണിക്കുന്നത്. അഗ്ലി മാത്രമാണ് കാണിക്കുന്നത്. ഓരോ കഥാപാത്രത്തിന്റെയും ഹൃദയത്തിലെ വിദ്വേഷം സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. മനുഷ്യരുടെ യഥാർത്ഥ ദുഷ്ട സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് സിനിമകൾ എടുത്ത സംവിധായകനാണ് അനുരാഗ് കശ്യപ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ കണ്ടതുമാണ്. മനുഷ്യർ അക്രമാസക്തരും വെറുപ്പുളവാക്കുന്നവരുമാണ്. അനുരാഗ് കശ്യപിനേക്കാൾ നന്നായി മറ്റാരും നമുക്ക് നമ്മുടെ തന്നെ കണ്ണാടി തിരിച്ചു കാണിച്ചു തന്നിരുന്നില്ല ഒരു കാലത്ത് ബോളിവുഡ് ചിത്രങ്ങളിൽ. ഈ സിനിമയിൽ അദ്ദേഹം കൃത്യമായി ഒരു ഡാർക്ക് ഷെയ്ഡ് കൃത്യമായും തെളിയിച്ചു കാണിക്കുന്നുണ്ട്. 2013 അനുരാഗ് കശ്യപ് രചനയും സഹനിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ ഹിന്ദി ഭാഷ ത്രില്ലർ അഗ്ലി ഫാൻഡം ഫിലിംസും DAR മോഷൻ പിക്ചേഴ്സും സംയുക്തമായി നിർമ്മിച്ച ചിത്രമാണ്. ഈ ചിത്രത്തിൽ രാഹുൽ ഭട്ട്, റോണിത് റോയ്, തേജസ്വിനി കോലാപുരെ എന്നിവർക്ക് പുറമെ വിനീത് കുമാർ സിംഗ്, ഗിരീഷ് കുൽക്കർണി, സുർവീൻ ചൗള, ശ്രീവാസ്തവ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. 2013 മരിക്കുന്നതിന് മുമ്പ് നടൻ അബീർ ഗോസ്വാമി അവസാനമായി അഭിനയിച്ച ചിത്രവും ഇതാണ്. വിഷാദ രോഗിയായ വീട്ടമ്മയായ ശാലിനി, അതായത് തേജസ്വിനി കോൽഹാപുരെ, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ ആദ്യ വിവാഹത്തിലെ 10 വയസ്സുള്ള മകൾ കാളി അവളെ തടസ്സപ്പെടുത്തുന്നു. ശാലിനി തന്റെ ഭർത്താവ് DCP ആയ ഷൗമിക് ബോസിനെ, അതായത് റോണിത് റോയ് അഭിനയിക്കുന്ന വേഷത്തെ വിളിച്ച് പണം ആവശ്യപ്പെടുന്നു. പക്ഷേ അയാൾ അത് നിരസിക്കുന്നു. ശാലിനിയുടെ ആദ്യ ഭർത്താവും കാളിയുടെ ബയോളജിക്കൽ പിതാവുമായ രാഹുൽ ഭട്ട്, അദ്ദേഹം ഒരു ആക്ടറാണ്. കാളിയെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തായ കാസ്റ്റിംഗ് ഡയറക്ടറിനെ കാണാൻ നേരം അവളോട് കാറിൽ സ്റ്റേ ചെയ്യാനും ഞാൻ ഇപ്പോൾ മടങ്ങി വരാമെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് കയറുന്നു. രാഹുൽ തന്റെ കാസ്റ്റിംഗ് ഡയറക്ടറെ കാത്തിരിക്കുമ്പോൾ ഒരു കളിപ്പാട്ട വിൽപ്പനക്കാരൻ കുട്ടികളുടെ മുഖംമൂടിയുമായി വന്നുകൊണ്ട് കാളിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. രാഹുലിന്റെ കാസ്റ്റിംഗ് ഏജന്റ് ചൈതന്യ, വിനീത് കുമാർ സിംഗ് അവതരിപ്പിച്ച കഥാപാത്രം എത്തിക്കൊണ്ട് രാഹുലിന് ഒരു സിനിമ സ്ക്രിപ്റ്റ് നൽകുകയും കാളി കാറിൽ ഇല്ലെന്നും അറിയിക്കുന്നു. അവർ കാളിയുടെ തിരോധാനം റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നീട് ഈ കേസിന്റെ അന്വേഷണം കറങ്ങിത്തിരിഞ്ഞ് കുട്ടിയുടെ രണ്ടാനച്ഛനായ, അതായത് കുട്ടിയുടെ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഷൗമിക് ബോസിലെത്തുന്നു. പോലീസ് അവരുടെ തിരച്ചിൽ പ്രവർത്തനം വിപുലീകരിക്കുന്നു. ചൈതന്യ ഇതിനിടെ ശബ്ദമൊക്കെ മാറ്റി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് താനാണെന്നും മോചനദ്രവ്യം ആവശ്യപ്പെട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുതരം ഡുവൽ ഗെയിമാണ് അയാൾ ഈ ചിത്രത്തിൽ കളിക്കുന്നത്. ബോസ് ആണെങ്കിൽ അയാൾക്ക് തന്റെ കോളേജ് മേറ്റ് ആയ രാഹുലിനോട് തീർത്താൽ തീരാത്ത കലിപ്പുണ്ട്, പകയുണ്ട്, അത് തീർക്കുകയും വേണം. ഭാര്യയുടെ ഫോൺ അയാൾ ടാപ്പ് ചെയ്യുന്നുണ്ട്. മകളെ തട്ടിക്കൊണ്ടുപോയത് ബയോളജിക് അച്ഛൻ തന്നെയാണെന്ന തരത്തിലുള്ള നരേഷനും ഇതിനിടയ്ക്ക് അയാൾ നടത്തുന്നുണ്ട്. അവരുടെ അന്വേഷണവും അവസാനം കാളിയെ കണ്ടെത്താനാവുമോ എന്ന ചോദ്യങ്ങളും, കാളിക്ക് എന്ത് സംഭവിച്ചു, ചൈതന്യയെ എങ്ങനെയാവും രാഹുൽ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ രംഗങ്ങളൊക്കെയാണ് പിന്നീട് ചിത്രത്തിലുള്ളത്. 2006 മുതൽ അനുരാഗ് കശ്യപിന് ഈ സിനിമയുടെ ആശയം മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇത് ലക്നൌവിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചിരുന്ന തന്റെ ഒരു സുഹൃത്തിനോട് തട്ടിക്കൊണ്ടുപോകൽ കേസുകളെ കുറിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതാൻ തുടങ്ങിയത് തന്നെ. അതിന്റെ പശ്ചാത്തല സംഗീതം ബ്രയാൻ മെക്കോബറും GV പ്രകാശ് കുമാറും ചേർന്നാണ് ഒരുക്കിയത്. ഗൗരവ് സോളങ്കിയാണ് വരികൾ എഴുതിയത്. നിക്കോസ് ആൻഡ്രിറ്റാക്സ് ചിത്രത്തിന്റെ ഛായാഗ്രഹനും ആരതി ബജാജ് അതിന്റെ എഡിറ്ററുമായിരുന്നു. 2013 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഡയറക്ടേഴ്സ് ഫോർട്ട്നൈറ്റ് വിഭാഗത്തിൽ അഗ്ലി ആദ്യമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2014 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ, 3ാമത് ലഡാക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ലോസ് ഏഞ്ചൽസിലെ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവയിലും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ സിനിമയിൽ പുകവലിക്കെതിരായ സാധാരണ നമ്മൾ സിനിമകളിൽ പ്രദർശിപ്പിക്കാറുള്ള സ്ഥിരം മുന്നറിയിപ്പുകൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ അനുരാഗ് കശ്യപ് വിസമ്മതിച്ചതിനെ തുടർന്ന് 2 വർഷത്തെ കാലതാമസത്തിന് ശേഷം 2014 ഡിസംബർ 26 ഈ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. പുകയിലയുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യ മന്ത്രാലയം ഏറ്റെടുക്കുകയും അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. പുക വലിക്കാത്തതിനെ പരസ്യപ്പെടുത്തുന്നതിനുള്ള ഒരു മാധ്യമമായി സിനിമ മാറരുത് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് അനുരാഗ് കശ്യപ് ഈ നിയന്ത്രണത്തിനെതിരെ ആ സമയത്ത് പോരാടുകയും അത് കേസാവുകയും ചെയ്തത്. അപ്പോൾ റിലീസ് ചെയ്തപ്പോൾ ചിത്രം നിരൂപക പ്രശംസ നേടുകയും വാണിജ്യപരമായും ഈ ചിത്രം വിജയിക്കുകയും ചെയ്തു. സംവിധായകൻ അനുരാഗ് കശ്യപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അഗ്ലിയുടെ ഉത്ഭവം സ്വന്തം തകർന്ന ദാമ്പത്യത്തിൽ നിന്നും മകളുമായുള്ള ബന്ധത്തിൽ നിന്നുമാണ് എന്നാണ്. മദ്യപാനിയായിരുന്നപ്പോൾ അവളോടൊപ്പം വേണ്ടത്ര സമയം ചെലവഴിക്കാതിരുന്നതിന്റെ കുറ്റബോധവും സിനിമയെ രൂപപ്പെടുത്തിയെന്ന് അദ്ദേഹം പിന്നീടൊരിക്കൽ പരാമർശിച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യ 10 മിനിറ്റ് തന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിംഗിനായി ചിത്രത്തിലെ കഥാപാത്രങ്ങളുമായി മാനസികമായെങ്കിലും താതാത്മ്യപ്പെടാൻ കഴിയുന്ന അഭിനേതാക്കളെയാണ് അനുരാഗ് കശ്യപ് തിരഞ്ഞെടുത്തത്. ഉദാഹരണത്തിന് പ്രധാന വേഷം ചെയ്ത രാഹുൽ ഭട്ടിന്റെ യഥാർത്ഥ ജീവിതവും സിനിമയിലെ കഥാപാത്രവും തമ്മിൽ ഒരുപാട് സമാനതകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രധാന കഥാപാത്രങ്ങൾക്ക് ഒരു തിരക്കഥയും നൽകാതെയാണ് അനുരാഗ് കശ്യപ് ഈ മുഴുവൻ ചിത്രവും ചിത്രീകരിച്ചത്.
ഷൂട്ടിങ്ങിനിടെ ക്യാമറ റോൾ ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം അഭിനേതാക്കളോട് ഈ രംഗങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്തിരുന്നത്. ചിത്രത്തിലെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങൾ വലിയ രീതിയിൽ അഭിനന്ദിക്കപ്പെട്ടിരുന്നു. റിയലിസ്റ്റിക് രീതിയിലുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ രീതിയും അനുരാഗ് കശ്യപിന്റെ സംവിധാന മികവിനെ കൂടി അടയാളപ്പെടുത്തുന്നതായിരുന്നു. മുംബൈയിലെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഈ മുഴുവൻ ചിത്രവും ചിത്രീകരിച്ചത്. ഷെഡ്യൂൾ പാലിക്കാൻ അഗ്ലി ഒരു ദിവസം 14 മണിക്കൂർ വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും ആ സമയത്ത് വാർത്തകളുണ്ടായിരുന്നു. 40 ദിവസത്തിനുള്ളിലാണ് ഈ ചിത്രം ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിയത്. നിരൂപകൻ രാജാസൻ ഇതിനെ കശ്യപിന്റെ ഏറ്റവും മികച്ച ചിത്രം എന്നാണ് വിശേഷിപ്പിച്ചത്. ചിത്രത്തിനൊരു നല്ല അവലോകനം നൽകിയ ശ്വേത കൗശൽ ഇതിനെ ഇരുണ്ടതും ആകർഷകവും കണ്ടിരിക്കേണ്ടതുമായ ചിത്രം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഡെക്കാൻ ക്രോണിക്കലിലെ കൗശാനി ബാനർജി ഈ ചിത്രത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഓരോ ഫ്രെയിമിനും ഒരു ഇരുണ്ട അടിവരയുണ്ട്. പ്രേക്ഷക സഹാനുഭൂതിയുടെ എല്ലാ സാധ്യമായ വഴികളും പര്യവേക്ഷണം ചെയ്യുന്നതുവരെ അഗ്ലി അവസാനിക്കുന്നില്ലെന്നാണ്. അതുപോലെ മിഹിർ ഫഡ്നാവിസ് എന്ന നിരൂപകൻ അനുരാഗ് കശ്യപിന്റെ ബ്ലാക്ക് ഫ്രൈഡേക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച ചിത്രമെന്നും ആ സമയത്ത് അഗ്ലിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അനുരാഗ് കശ്യപിന്റെ അഗ്ലിയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇതാണ്.